Hello friends, welcome back to my channel Don't Learn English, Live It. Today we will be reading and discussing the first lesson in the SCRT Class 10 English textbook. It's a very old man with enormous wings, written by Gabriel Marcus. It's a story. Perhaps you have heard of Gabriel Garcia Marquez, haven't you? He is one of the most famous, most outstanding fiction writers of the 20th century. He died in 2014. 2014 അദ്ദേഹത്തിന്റെ മരണം. പക്ഷേ 20th സെഞ്ചുറിയുടെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരനായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അദ്ദേഹത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് അവിടെ തൊട്ടൊന്ന് വായിച്ചു പോകാം. ഗബ്രിയൽ ഗാർസിയ മാർക്കസ്, 1927 to 2014. He was born in 1927. Was a Colombian novelist. Colombia, is a Latin American country. അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. അവിടെയൊക്കെ സ്പാനിഷ് ആണ് പ്രധാനപ്പെട്ട ലാംഗ്വേജ്. So he wrote in Spanish. And one of the greatest writers of the 20th century. He was awarded the Nobel Prize for Literature in 1982. In 1982, he was awarded the Nobel Prize, not for any individual piece of book, but for what എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്? For taking magical realism. Magical realism is indeed a style of narration to its present heights. ഇന്നത് എത്ര ഉയരത്തിലാണോ ആ ഉയരത്തിലെത്തിച്ചതിൽ പ്രധാനപ്പെട്ട കാരണക്കാരൻ അദ്ദേഹമാണ്, അല്ലേ? ഇന്നതൊരു ഹൗസ് ഹോൾഡ് നെയിമാണ്. ഇറ്റ് ഹാസ് ബിക്കം എ ഹൗസ് ഹോൾഡ് നെയിം. മാജിക്കൽ റിയലിസം എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു പദമായി തീർന്നു. നോക്കൂ, ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ലവ്ഡ് ഇൻ ദി ടൈം ഓഫ് കോളറ കാലത്തെ പ്രണയം, ഇതെല്ലാം തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോ വൺ റൈറ്റ്സ് ദി കേർണൽ ആൻഡ് 100 years of solitude. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ വൈഡ്ലി റെഡ് നോവൽ എന്ന് പറയുന്നത്, വളരെ കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. 100 Years of Solitude. He is one of the best known Latin American writers of our time. ഇതൊരു ലാറ്റിൻ അമേരിക്കൻ കൺട്രിയാണ്. മനസ്സിലായല്ലോ. നോക്കൂ, വളരെ പ്രശസ്തനായ ലാറ്റിൻ അമേരിക്കൻ റൈറ്ററാണത്. മാജിക്കൽ റിയലിസം ഈസ് വൺ ഓഫ് ദി യുണീക് നെറേറ്റീവ് സ്റ്റൈൽസ് ഓഫ് ദി ലാസ്റ്റ് സെഞ്ചുറി. നിങ്ങൾക്ക് അല്പം പ്രയാസം തോന്നുന്നത്, യു മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് മാജിക്കൽ റിയലിസം ഈസ്. മാജിക്കൽ റിയലിസം. വാട്ട് ഈസ് മാജിക്കൽ റിയലിസം? മാജിക്കൽ റിയലിസം രണ്ട് വാക്കുകളാണ്. It's a blend of the real and the magical. It is a blend of the real and the fantastic. മനസ്സിലായല്ലോ? ഇത് രണ്ടും കൂടി ചേർത്തതാണ്. റിയലും അൺറിയലും കൂടി ചേർന്നത്. അത് ഇറ്റ്സ് എ ബ്ലെൻഡ് എന്ന് ഞാൻ പറഞ്ഞു, ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ്. ഡിവൈഡിങ് ലൈൻ ഇസ് ബ്ലഡ്. ബ്ലഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമുക്കത് ഡിസിപ്പിയർ ചെയ്തിരിക്കുകയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിവൈഡിങ് ലൈൻ നമുക്ക് കാണാൻ പറ്റില്ല, അല്ലേ? ഒന്ന് മറ്റൊന്നായി തീരുന്നു, അല്ലേ? അല്ലെങ്കിൽ മറ്റൊന്ന് ഇതായി തീരുന്നത് പോലെ. അപ്പോൾ റിയൽ അൺറിയലിനെയും റിയലിനെയും ഡിഫൈൻ ചെയ്യുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ മാജിക്കൽ റിയലിസത്തിനകത്ത് ഫാൻറ്റസിയും ഇതുമായിട്ടുള്ള വ്യത്യാസം കൂടി നിങ്ങൾ അറിയണം. ഒരു ഫാൻറ്റസി വേൾഡ് ഉണ്ടാക്കുകയാണ്, അവിടെ മൊത്തം ഫാൻറ്റസിയാണ്, എല്ലാം ഫാൻറ്റസിയിലാണ്. പക്ഷെ ഇവിടെ ഇതല്ല. ഇത് രണ്ടും കൂടി സൈഡ് ബൈ സൈഡ് ആയിട്ട് നോക്കുകയാണ്. ഒരു റിയൽ പശ്ചാത്തലത്തിൽ, ഒരു റിയൽ ആയിട്ടുള്ള സെറ്റിങ്ങിൽ അൺറിയൽ ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഈ അൺറിയലായ സംഭവങ്ങൾ നമുക്ക് നോർമലായി തന്നെ ഇതിനകത്ത് കാണപ്പെടുന്നു എന്നുള്ളതാണ്, അല്ലേ? നമുക്ക് ആരും അത് അത്ഭുതമായിട്ടോ ഒന്നും കാണുന്നുമില്ല എന്നുള്ളൂ. Many Latin American writers like Gabriel Garcia Marquez and others such as Salman Rushdie, അറിയാം, ഇന്ത്യൻ ഒറിജിനിലുള്ള ഒരു ബ്രിട്ടീഷ് പൗരനാണ് അദ്ദേഹം. നമുക്ക് ഇംഗ്ലീഷ് റൈറ്ററാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥകൾ, നോവലുകളെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിരിക്കും. മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ ഒക്കെ കേട്ടിരിക്കും തീർച്ചയായിട്ടും. സാൽമൻ റുഷ്ദി ഉണ്ട്, ഏഞ്ചലോ കാർട്ടർ ഉണ്ട്. ഏഞ്ചലോ കാർട്ടർ ദി ബ്ലഡി ചേംബർ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ പുസ്തകം എഴുതിയ ആളാണ്. That means Rushdie and Angela Carter are practitioners of magical realism. Contributed to the genre. അവിടെ genre എന്ന് നമുക്ക് ഉച്ചരിക്കാൻ GN അറിയണം, genre എന്ന് ഉച്ചരിക്കാം. ഒരു കാറ്റഗറി ഓഫ് ലിറ്ററേച്ചർ എന്നോ ഒരു നെറേറ്റീവ് സ്റ്റൈൽ എന്നോ നിങ്ങൾക്ക് അതിനെ വിളിക്കാം. Either genre or genre. Works in the genre depict the real world with an undercurrent of magic or fantasy. അപ്പോൾ റിയൽ വേൾഡ് ഇതിനകത്തുണ്ട്, but it has an undercurrent. Undercurrent means a subtle, something that cannot be seen, something that is not visible. ഇത് വിസിബിൾ അല്ല, സ്ട്രോങ് അണ്ടർകറന്റ് ഉണ്ട് ഓഫ് ഫാന്റസി. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പോൾ റിയൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അൺറിയൽ കൂടി മനസ്സിലാക്കണമെന്നുള്ളതാണ്, അല്ലേ? In the absence of one,
ദി അതർ കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ക്ലിയർലി. പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ലൈക്ക് ഫെയറി ടെയിൽസ്, വർക്ക്സ് ഓഫ് മാജിക്കൽ റിയലിസം ബ്ലർ ദി ലൈൻ ബിറ്റ്വീൻ ഫാന്റസി ആൻഡ് റിയാലിറ്റി. നേരത്തെ ഞാൻ പറഞ്ഞു, ബ്ലർ ചെയ്യുക മീൻസ് മേക്ക് സംതിങ് ഡിസപ്പിയർ. ഒരു ഇവർക്കിടയിൽ ഒരു മാർജിൻ ഉണ്ടെങ്കിൽ, ഒരു ഡിവൈഡിങ് ലൈൻ ഉണ്ടെങ്കിൽ അതങ്ങ് ഇല്ലാതായി പോവാണ്, അത് ബ്ലേഡായി പോവുകയാണ്, അത് ഡിസപ്പിയർ ചെയ്യുകയാണ്. ഇപ്പം രണ്ടും ഒന്നായി തരുന്ന അല്ലേ ഒരവസ്ഥയാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് ദി മാജിക്കൽ ആൻഡ് ദി റിയൽ. റിയലിൻ്റെയും മാജിക്കലിൻ്റെയും ഒരു ബ്ലെൻഡാണ്. ഇത്രയും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് കഥയുടെ ഭാഗത്തേക്ക് വരാം. തുടങ്ങുന്നത് നോക്കൂ, ആൽബർട്ട് കാമു അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രശസ്തമായ ഒരു ലൈൻ പറഞ്ഞുകൊണ്ടാണ്. There is no sun without shadow. It is essential to know the night. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണത്. There is no sun without shadow. It is shadow that defines the sun. അല്ലേ, ഷാഡോയാണ് സണ്ണിനെ ഡിഫൈൻ ചെയ്യുന്നത്. നോക്കൂ, ഒരുപക്ഷെ സണ്ണാണ് ഷാഡോയെ ഡിഫൈൻ ചെയ്തതെന്ന് പറയാം, ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല. മനസ്സിലായാലോ? അപ്പോൾ ഒന്ന് മറ്റൊന്നിനെ ഡിഫൈൻ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇഫ് ഷാഡോ ഈസ് ആബ്സെന്റ്, യു സേ സൺ ഈസ് just a word. അതൊരു വേർഡ് മാത്രമാണ്. It doesn't have any particular significance or meaning. Okay. See, mean, then. So it's essential to know the night. So it's essential. Essential means exceedingly necessary. Extremely necessary, you can say. അല്ലേ, ഏറ്റവും ആവശ്യമാണ് നമുക്ക് എന്തിന്? knowledge of the night. നൈറ്റിനെ പറ്റിയിട്ടുള്ള അറിവ് ആവശ്യമാണ്. To understand, to appreciate the sun, to well appreciate the sun. അല്ലേ, അപ്പോൾ സണ്ണിനെ നല്ലവണ്ണം, ലൈറ്റ് എന്താണെന്ന് നല്ലവണ്ണം മനസ്സിലാക്കണമെങ്കിൽ ഷാഡോയെ പറ്റി ധാരണ ഉണ്ടാവണം എന്നാണ് അർത്ഥം. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് വൺ ദി അതർ ഡസന്റ് എക്സിസ്റ്റ്. ഇനി അടുത്ത വരിയിലേക്ക് വരൂ. വാട്ട് യു തിങ്ക് സൺ ആൻഡ് ഷാഡോ? സണ്ണും ഷാഡോയും നമുക്ക് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാമെന്നുള്ളതേ ഉള്ളൂ. സൺ എന്ന് പറയുമ്പോൾ ലൈറ്റാണ്. അത് നന്മയാകാം, സന്തോഷമാകാം, അല്ലേ, നോളജ് ആകാം, എന്തുമാകാം, എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഷാഡോ എന്തിനെ കാണിക്കുന്നു? ഡാർക്ക്നെസ് ആണ്, അല്ലേ, ഇരുട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മിസറി ആകാം, അല്ലേ, അതുപോലെ തന്നെ സോറോ ആകാം, അല്ലേ, ഡിപ്രഷൻ ആകാം, ഇതുപോലെയുള്ള ഏത് കാര്യങ്ങളും. ഉദാഹരണത്തിന് ഈവിൾ ആകാം, അല്ലേ, വെർച്യു ആൻഡ് ഈവിൾ നമ്മൾ കാണുന്നത്. വെർച്യു ലൈറ്റും അല്ലേ, നോക്കൂ, ഈവിൾ തിന്മയും ആണ്. തിന്മ ഡാർക്ക്നെസ്സിന്റെ റെപ്രസെന്റേഷനാണ്. അവർ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് റിലേറ്റഡ് ടു ഈച്ച് അതർ. നോക്കൂ, സാധാരണ നമുക്കറിയാവുന്നതാണ്, ഹാർഡ് ടൈംസ് അനുഭവിച്ചിട്ടില്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ, മിശ്രി ജീവിതത്തിൽ ഒരു ദുഃഖവും അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളിന് തീർച്ചയായിട്ടും ഒന്നും മനസ്സിലാവില്ല. ഹി മേ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് പ്ലെഷർ ഈസ്, വാട്ട് ഹാപ്പിനെസ് ഈസ്. എന്താണ് ഹാപ്പിനെസ് എന്ന് ഒരിക്കലും മനസ്സിലാവില്ല, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബിറ്റർ എക്സ്പീരിയൻസസ് ആവശ്യമാണ്. എന്താണ് സ്വീറ്റ് എക്സ്പീരിയൻസസ്? യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയാം. സോ ഇൻ ഓർഡർ ടു റിയലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് സ്വീറ്റ്, വൺ ഹാസ് ടു ടേസ്റ്റ് ബിറ്റർനെസ്. അതാണ് എൻ്റെ അർത്ഥം. ഒരാളിന് ബിറ്റർനെസ് ടേസ്റ്റ് ചെയ്യാതെ സ്വീറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനാവില്ല. യു മേ ഡിസ്കസ് ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ ഗ്രൂപ്പ്സ്. അതുകൊണ്ട് ഇവ കോംപ്ലിമെൻ്ററി ആണ്, ഒന്നൊന്നിനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ ആണ്, അല്ലെങ്കിൽ യു ക്യാൻ സേ ടു സൈഡ്സ് ഓഫ് സെയിം കോയിൻ ആണ്. രണ്ടും ഒന്നിച്ച് നിലനിൽക്കുന്നു, ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല. ഒന്ന് മറ്റൊന്നിനെ ഡിഫൈൻ ചെയ്യുന്നു, അതാണ് അർത്ഥം, അല്ലേ? ഒന്നില്ലെങ്കിൽ മറ്റൊരു മിയർ വേർഡ് മാത്രമായി പോകുന്നു, അല്ലേ? മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു വേർഡ് മാത്രമായി പോകുന്നു. So let's read and reflect. Reflect, you know, think. Kindness and empathy are essential qualities in our world. They spread light and hope even in the darkest times. Our society tends to isolate the ones who appear different, especially those who are weak and vulnerable. We may not always realize that even small acts of compassion can have a significant impact on many lives. Kindness and empathy. Kindness, you know, the quality of being kind. ദൈവം കാണിക്കാനുള്ള ഒരു കഴിവ് തന്നെയാണല്ലേ ദൈവം. നോക്കൂ, ആൻഡ് എംപത്തി. എംപത്തി ആൻഡ് സിമ്പതി ആർ ദെയർ. ഒരു സിമിലർ ആണെന്ന് തോന്നാവുന്നൊരു വാക്കാണ്, പക്ഷേ ഡിഫറെൻ്റ് ആണ്. സിമ്പതി എന്ന് പറയുമ്പോൾ നോക്കൂ, നമ്മൾ ഒരാളിനെ വി ഫീൽ സിമ്പതി ഫോർ എ പേഴ്സൺ ഫ്രം ദി ഔട്ട്സൈഡ് ആണ്. പക്ഷെ എംപതി എന്ന് പറയുമ്പോൾ വി ഐഡന്റിഫൈ വിത്ത് ദി പേഴ്സൺ. നമ്മൾ ആ വ്യക്തിയുമായി ഐഡന്റിഫൈഡ് ആവുകയാണ്. മനസ്സിലായല്ലേ? നോക്കൂ, അയാളുമായിട്ട് ഒന്നാവുകയാണ്, ഒന്നിച്ചേരുകയാണ്. വി ബിക്കം വൺ വിത്ത് ഹിം. ദാറ്റ് മീൻസ് വി ഗെറ്റ് ഐഡന്റിഫൈഡ് വിത്ത് ദറ്റ് പേഴ്സൺ, അല്ലേ? അതുപോലും അത് ഫീൽ ചെയ്യുന്നു. അതൊരു വലിയ കഴിവാണ് എംപതി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നോക്കൂ, എംപതി എന്നതും കൈൻഡ്നെസ് എന്ന് പറയുന്നതും എസെൻഷ്യൽ ക്വാളിറ്റീസ്, എക്സ്ട്രീംലി നെസസറി ക്വാളിറ്റീസ്, അല്ലേ? നോക്കൂ, ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസ് ആണ് ഇൻ അവർ വേൾഡ്. നമുക്കത് ഉണ്ടായാലേ തീരൂ, അല്ലേ?
അപ്പോൾ ഇരുട്ട് നിറഞ്ഞ ഈ ലോകത്തിൽ അല്ലേ നമുക്ക് നന്മയുടെ വെളിച്ചം ഉണ്ടാകണമെന്നുള്ളതാണ് അല്ലേ. ഒരു ക്യാൻഡിൽ മതി എന്ത് ചെയ്യാൻ, ഒരു 1000 ക്യാൻഡിൽ കൊളുത്താൻ എന്ന് പറയാറുണ്ട് അല്ലേ. 1 candle can light thousands of candles without losing its light അല്ലേ. ക്യാൻഡിലിന്റെ വെളിച്ചം ആദ്യത്തേതിന്റെ വെളിച്ചം നഷ്ടപ്പെടുന്നേയില്ല അല്ലേ. നോക്കൂ അതുപോലെ വൺ കൈൻഡ് ഡീഡ്, നോക്കൂ വൺ കൈൻഡ് ഡീഡ്, ഒരു കൈൻഡ് ഡീഡ്, കൈൻഡ് ആയിട്ടുള്ളൊരു പ്രവർത്തനം, അല്ലെങ്കിൽ നോക്കൂ ഒരു കൈൻഡ് ജസ്റ്റർ, ഒരു ചിരി മതി ചിലപ്പോൾ അല്ലേ, ഈസ് ഇനഫ് ടു ലൈറ്റ് ഓഫ് ദിസ് വേൾഡ്, ലൈറ്റ് ഓഫ് ദിസ് ഡാർക്ക് വേൾഡ്. ഈ ഡാർക്ക് വേൾഡിനെ ഒന്ന് ലൈറ്റ് അപ്പ് ആക്കും. അവർ സൊസൈറ്റി ടെൻസ് ടു ഐസൊലേറ്റ് ദി വൺസ് ഹു അപ്പിയർ ഡിഫറെൻറ്റ്. നോക്കൂ ദോസ് വർ വൾനറബിൾ. വൾനറബിൾ എന്ന് പറഞ്ഞ അർത്ഥം നോക്കൂ ഈസിലി ഹേർട്ടാണ്, എളുപ്പത്തിൽ അവർ നമുക്ക് ഹേർട്ട് ചെയ്യാം. ദേ ആർ വീക്ക് ഫിസിക്കലി ആൻഡ് സോഷ്യലി അല്ലേ, ഇക്കണോമിക്കലി ദേ ആർ വീക്ക്. അങ്ങനെ വീക്കായ ആളുകളെയാണ് നമ്മൾ വൾനറബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിസിക്കലി വൾനറബിൾ മീൻസ് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും അസുഖം വന്ന് എനിക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ രോഗം വരാനുള്ള സാധ്യതയുണ്ട്, അതും വൾനറബിൾ ആണ്, ഒരു വൾനറബിളായ ഒരു അവസ്ഥയാണ്. വൾനറബിൾ ഇൻവൾനറബിൾ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള വൾനറബിൾ പീപ്പിൾ ഉണ്ട് സമൂഹത്തിലെ, വളരെ പാവപ്പെട്ട ആളുകളാണ് ഇവർ. നമ്മൾ പെട്ടെന്ന് ഇതുകളെ ഒരു പൊതുവെ ഒരു ടെൻഡൻസി ഉണ്ടെന്ന് പറയുന്നത്. ടെൻഡൻസി മീൻസ് എന്താണ്, ഒരു പ്രവണത അല്ലേ. വി ടെൻ ടു മീൻസ് വി ഹാവ് എ ടെൻഡൻസി ടു, വി ആർ ഇൻക്ലൈൻഡ് ടു എന്ന് വേണമെങ്കിൽ പറയാം. നോക്കൂ അവർ സൊസൈറ്റി ടെൻസ് ടു ഐസൊലേറ്റ്. ഐസൊലേറ്റ് ചെയ്യുക മീൻസ് സെഗ്രിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക, ഇവരെ അങ്ങോട്ട് മാറ്റി നിർത്തുക, സൈഡ് ചെയ്യുക അല്ലേ. നോക്കൂ അവരെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യുക, മനസ്സിലായല്ലോ. നോക്കൂ അവരെ കൂട്ടത്തിൽപ്പെടുത്താതിരിക്കുക അല്ലേ. നോക്കൂ ദി വീക്ക് ആൻഡ് ദി വൾനറബിൾ, ഇത് പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മുടെ സമൂഹത്തിൽ. വി മേ നോട്ട് ഓൾവേസ് റിയലൈസ് ദാറ്റ് ഈവൻ സ്മോൾ ആക്ട്സ് ഓഫ് കമ്പാഷൻ, ഐ ഹാവ് ടോൾഡ് യു ഏർലിയർ ദാറ്റ് എ സ്മോൾ ആക്ഷൻ, എ സ്മോൾ ഡീഡ് ഓഫ് ലവ്, ഡീഡ് ഓഫ് കമ്പാഷൻ അല്ലേ, ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻ ഗീവ് ഹോപ്പ് ടു സോ മെനി പീപ്പിൾ അല്ലേ. ഒരുപാട് പേർക്ക് ഹോപ്പ് കൊടുക്കാൻ പറ്റും. അതിനൊരു സിഗ്നിഫിക്കൻ്റ് ഇമ്പാക്റ്റ് ഉണ്ട് അല്ലേ ഓൺ മെനി ലൈഫ്സ്. ഒരുപാട് ജീവിതങ്ങളുടെ മേൽ അതിനൊരു വളരെ ശക്തമായ, വളരെ റിമാർക്കബിളായ അല്ലേ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ, ഒരു ഇമ്പാക്റ്റ് മീൻസ് ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കഥയിൽ ഈ കാര്യങ്ങളുമായി കുറേയൊക്കെ ബന്ധങ്ങൾ തീർച്ചയായിട്ടും ഇതിലുണ്ട്. ഇനി നമ്മൾ കഥ തുടങ്ങുന്നു. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് അല്ലേ. എ മാൻ വിത്ത് ഇനോമസ് വിങ്സ്, അവിടെ തന്നെ ഉണ്ടല്ലോ മാജിക്കൽ അല്ലേ, കാരണം റിയൽ ആയിട്ടുള്ളൊരു കാര്യമല്ല അത്, മനസ്സിലായല്ലോ. ഞാൻ വായിച്ചു തുടങ്ങാം. ദി ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ. വെൻ പിലായു വാസ് കമ്മിങ് ബാക്ക് ടു ദി ഹൗസ് ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രൂവിങ് ഇൻ ദി റിയർ ഓഫ് ദി കോർട്ട്യാർഡ്. ഈ കഥ നമുക്ക് കുറച്ച് ചെറുതാക്കി നിങ്ങൾക്ക് വേണ്ടി അഡാപ്റ്റ് ചെയ്തതാണ്, മനസ്സിലായില്ലേ. നമുക്ക് ഒരു അഡാപ്റ്റഡ് വെർഷൻ ഓഫ് ദി സ്റ്റോറിയാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് ഫോർ 2 or 3 days. തൊട്ടടുത്ത് കടലുണ്ട്, മനസ്സിലായില്ലേ. ദി സീ ഈസ് വെരി നിയർ. നമുക്ക് അവിടെ നിന്ന് ക്രാബ്സ് കയറി വന്നിട്ടുണ്ട്. വീട്ടിലെല്ലാം ക്രാബ്സ് എന്ന് പറഞ്ഞാൽ ഞണ്ടുകളാണ്, കടൽ ഞണ്ടുകൾ. ഇവരെല്ലാം കുറേ ചത്തു, നമുക്ക് കുറേയൊക്കെ തല്ലിക്കൊന്നു. അതിൻ്റെയൊക്കെ ഒരു സ്റ്റെൻസ്, ഒരു ഫൗൾ സ്മെൽ അവിടെ എല്ലാം തങ്ങി നിൽപ്പുണ്ട്. ഇതിൻ്റെ പേരിൽ നമ്മുടെ പിലായു എന്ന് പറയുന്ന ഈ പാവം മനുഷ്യൻ്റെ കുഞ്ഞിന് പനി വന്നിരിക്കുകയാണ്. അതാണ് കാരണമെന്ന് അവർ വിശ്വസിക്കുന്നു. നമുക്ക് ഈ ഞണ്ടുകളുടെ ശരീരമൊക്കെ കൊണ്ടുവന്ന് കടലിലിട്ടിട്ട് പിലായു തിരിച്ചു, മനസ്സിലായല്ലേ. So Pelayo is coming back after throwing the dead and dying crabs were there into the sea. കടലിലിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഇറ്റ് വാസ് noon ടൈം ആണ്, മനസ്സിലായല്ലോ. ബട്ട് ദി ലൈറ്റ് വാസ് വീക്ക്. നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നതിന് ഇവൻ അറ്റ് noon മീൻസ് ഇറ്റ് വാസ് നോട്ട് എക്സ്പെക്റ്റഡ് അല്ലേ. ഇറ്റ് വാസ് നോട്ട് യൂഷ്വൽ, പ്രതീക്ഷിക്കപ്പെടുന്നതോ ഇല്ലെങ്കിൽ യൂഷ്വൽ ആയിട്ടുള്ള കാര്യമല്ലാത്തതുകൊണ്ടാണ് ഇവൻ എന്നുള്ള വാക്ക് ചേർത്തിരിക്കുന്നത്. കാരണം യൂഷ്വലി അറ്റ് noon നോക്കൂ ദി ലൈറ്റ് വാസ് നോട്ട് വീക്ക് അല്ലേ, സാധാരണ വീക്ക് അല്ല. സോ വെൻ പിലായു വാസ് കമ്മിങ് ബാക്ക് ടു ദി ഹൗസ്, അയാൾ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രൂണിങ് ഇൻ ദി റിയർ ഓഫ് ദി കോർട്ട്യാർഡ് അല്ലേ, ഇൻ ദി ബാക്ക് ഓഫ് ദി കോർട്ട്യാർഡിന്റെ ബാക്ക് യാർഡാണ്. ആ ബാക്ക് യാർഡിലായിട്ട്, റിയർ മീൻസ് ബാക്ക്, എന്തോ മൂവ് ചെയ്യുന്നുണ്ട്. ഹി സോ സംതിങ് മൂവിങ് ബട്ട് ഹി കുഡ് നോട്ട് സീ വാട്ട് ഇറ്റ് വാസ് ക്ലിയർലി ഫ്രം ദാറ്റ് ഡിസ്റ്റൻസ്. അത്രയും അകലെ നിന്നുകൊണ്ട് അയാൾക്ക് നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് പ്രകാശം വളരെ ഫെയിൻ്റ് ആണ്, നേരത്തെ പറഞ്ഞു, വളരെ വീക്കായ ഫെയിൻ്റായ പ്രകാശമാണ് അല്ലേ, നല്ല പ്രകാശമില്ല. അതുകൊണ്ട് തന്നെ ഹി ഹാഡ് ടു ഗോ നിയർ ഇറ്റ്, അതിൻ്റെ അടുത്തേക്ക്, ആ സ്പോട്ടിലേക്ക് കുറെ അടുത്ത് അയാൾക്ക് ചെല്ലേണ്ടി വന്നു. നോക്കൂ, ഇറ്റ് വാസ് ഹാർഡ് മീൻസ് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രൂണിങ്. ഗ്രൂണിങ് എന്ന് പറയുന്നത്, ഗ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗിവ് ഔട്ട് എ സൗണ്ട്,
ഒരു സൗണ്ട് പുറപ്പെടുവിക്കുക എന്ന അർത്ഥം. ഒരു ഡീപ്പായ സൗണ്ടാണ് അല്ലെ. ഷോയിങ് ഒരു പക്ഷേ പെയിൻ ആകാം അല്ലെ, നമുക്ക് അല്ലെങ്കിൽ സഫറിങ് ആകാം, ഡിസപ്പോയിൻമെന്റ് ആകാം, ഫ്രസ്ട്രേഷൻ ആകാം. ഇതൊക്കെ കാണിക്കുന്ന ഒരു ഡീപ്പ് സൗണ്ടാണിത് അല്ലെ. നമുക്ക് അങ്ങനെയുള്ളൊരു ശബ്ദം, ഒരു ഗ്രൂണിങ് സൗണ്ട് അവിടെ നിന്നുണ്ടായി, ആ സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട്. ഇൻ ദി റിയർ ഓഫ് ദി കോർട്ട്യാർഡ്, ദാറ്റ് മീൻസ് ഇൻ ദി ബാക്ക് പാർട്ട് ഓഫ് ദി കോർട്ട്യാർഡ്. കോർട്ട്യാർഡിന്റെ ബാക്ക് പാർട്ടിൽ നിന്നാണ് അത് വന്നത്. സോ ഹി ഹാഡ് ടു എന്ത് ചെയ്യേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്, ഹി ഹാഡ് ടു ഗോ ദെയർ അല്ലെ, അങ്ങോട്ട് പോകേണ്ടതായിട്ട് വരുന്നു. എന്താ കാരണം? ബിക്കോസ് ഹി കുഡ് നോട്ട് സീ ഫ്രം ദാറ്റ് ഡിസ്റ്റൻസ് വാട്ട് വാസ് ഗോയിങ് ഓൺ ദെയർ അല്ലെ, അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. സോ ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് an old man, a very old man. The man was lying face down in the mud. In spite of his tremendous efforts, the man couldn't get up, impeded by his enormous wings. Frightened by the sight, Pelayo ran to get Elisandra, his wife. She was putting compresses on their sick child. See, he had to go very close to see that it was an old man. അപ്പോൾ എന്തുകൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെ അടുത്തേക്ക് പോകേണ്ടി വന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ, why did he actually go very close to see what was going on there? എന്താ കാരണം? നമുക്ക് പ്രകാശത്തിന്റെ കുറവാണ്, ലാക്ക് ഓഫ് അല്ലെ, ലൈറ്റ് ആണ്, ലാക്ക് ഓഫ് ബ്രൈറ്റ്നെസ് ആണ് അല്ലെ. ഇവൻ ദോ ഇറ്റ് വാസ് നൂൺ, നോക്കൂ, ദ ലൈറ്റ് വാസ് വെരി വീക്ക്, ലൈറ്റ് വാസ് വെരി വെരി ഫെയിൻറ്റ്. ദെൻ നോക്കൂ, he had to go very close to see that it was an old man. So what did he see? എന്താ കണ്ടത്? He saw it was an old man അല്ലെ. എങ്ങനെയാ കണ്ടത്? He went close to that spot. ആ സ്പോട്ടിന് അടുത്തേക്ക് ചെന്നപ്പോഴാണ് he could see that it was a man, ഒരു മനുഷ്യനാണ്. lying face down in the mud, lying face up in the mud ആണെങ്കിലോ മുഖം മേലേക്കാണ് ഇരിക്കുന്നത്, ഫേസ് ഡൗൺ ആണ്, താഴേക്കാണ് അല്ലെ. So a man was lying there face down, with his face down in the mud. അപ്പോൾ തല മണ്ണിലേക്ക് ഇങ്ങനെ, ചെളിയിലേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്, ചേർന്നിരിക്കുകയാണ്. In spite of his tremendous efforts, what do you mean in spite of? You can use despite instead of in spite of അല്ലെ, രണ്ടും ശരി തന്നെയാണ്. ഈ സെന്റൻസ് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ ബട്ടുണ്ട്, ബട്ട് ചേർത്ത് റീറൈറ്റ് ചെയ്യാം, ആൾഡു ചേർക്കാം ഈ സെന്റൻസിൽ. എങ്ങനെയാണ്? In spite of his tremendous efforts, നോക്കൂ, despite his tremendous efforts, the man couldn't get up. He could not get up. What do you mean get up? ഇപ്പോൾ നിങ്ങൾ ഒരു ബെഡിൽ നിങ്ങൾ ലൈ ആണെന്നിരിക്കട്ടെ, യു ആർ ലൈയിങ് ഇൻ ബെഡ് ഓർ ഓൺ ബെഡ്. ഇൻ ബെഡ് മീൻസ് ഉറങ്ങാനാണ് കിടക്കുന്നത്, ഓൺ ബെഡ് മീൻസ് ഒരു റെസ്റ്റ് എടുക്കാനാവും കിടക്കുന്നത് അല്ലെ. അപ്പോൾ ഇമാജിൻ യു ആർ ലൈയിങ് ഓൺ ബെഡ്. അപ്പോൾ നിങ്ങളുടെ മാതൃ പറഞ്ഞു ഗെറ്റ് അപ്പ്, എഴുന്നേക്ക്, സ്റ്റാൻഡപ്പ് എന്നല്ല പറയുന്നത്. കാരണം എന്താ? ബിക്കോസ് യു ആർ ലൈ. പക്ഷേ ഇഫ് യു ആർ സിറ്റിംഗ് ഓൺ എ ചെയർ, ഒരു ചെയറിലോ സ്റ്റൂളിലോ മറ്റോ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നോക്കൂ, യുവർ മദർ ക്യാൻ സേ ഓർ യുവർ പേരൻസ് ക്യാൻ സേ സ്റ്റാൻഡ് അപ്പ്. അപ്പോൾ സ്റ്റാൻഡപ്പും ഗെറ്റപ്പും തങ്ങളുടെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് ഇവിടെ. ദി മാൻ കുഡ്ന്റ് ഗെറ്റ് അപ്പ്, ഇംപീഡഡ് ബൈ ഹിസ് ഇനോമസ് വിങ്സ്. എന്താണ് ഇംപെഡിമെന്റ് എന്ന് പറഞ്ഞാൽ? ഇംപെഡിമെന്റ് എപ്പോഴും ഒരു ഹേർഡിലാണ്, തടസ്സം. HURDLE, ഒരു അബ്സ്ട്രക്ഷൻ ആണ് അല്ലെ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നമുക്ക് അത്ഭുതകരമായ കാര്യമാണ്, പക്ഷെ അത് വിവരിച്ചിരിക്കുന്നത് സാധാരണ ഒരു സംഭവം പോലെയാണ് അല്ലെ. നമുക്ക് നോർമലായ ഒരു കാര്യം പോലെയാണ്. Impeded by his enormous wings, he had a pair of enormous wings. Because of these wings അല്ലെ, ഈ വിങ്സ് ഉള്ളത്, ഈ വിങ്സ് ആണ് യഥാർത്ഥത്തിൽ നമുക്ക് അയാൾക്കൊരു വലിയ തടസ്സമായി മാറിയിരിക്കുന്നത്. ടു ഗെറ്റ് ഔട്ട് ഓഫ് ദറ്റ് നോട്ട് ഓർ ടു ഗെറ്റ് അപ്പ് അല്ലെ, ഗെറ്റ് അപ്പ് ഫ്രം ദറ്റ് ലൈയിങ് പൊസിഷൻ അല്ലെ. ആ കിടക്കുന്നിടത്ത് നിന്ന് ലൈയിങ് പൊസിഷനിൽ നിന്ന് ഒന്ന് ഗെറ്റപ്പ് ചെയ്യാൻ അയാൾക്ക് തടസ്സം നൽകുന്നത് ഈ രണ്ട് വലിയ ചിറകുകളാണ്. നമുക്ക് വിവരണത്തിലും അത്ഭുതമൊന്നുമില്ല അല്ലെ, വളരെ സാധാരണ ഒരു കാര്യം പോലെയാണ് അല്ലെ. നമുക്ക് അബ്നോർമലായി ഒന്നുമില്ല, മനസ്സിലായില്ലേ? നോക്കൂ, അപ്പോൾ വാട്ട് ഇറ്റ് or who did, we can say, the lie you see lying in the mud, an old man, a very old man അല്ലെ. എന്താണ് what special about him? നോക്കൂ, നമ്മൾ പറയുന്നതാണ് സ്പെഷ്യൽ. നോക്കൂ, he has two enormous, a pair of enormous wings അല്ലെ, so that he could not get up from that position, from that lying position അല്ലെ. അല്ല, കിടന്ന് സ്ട്രഗിൾ ചെയ്യുകയാണ് അല്ലെ, റിഗിൾ ചെയ്യണം മടിയിൽ കിടന്ന് അല്ലെ, എഴുന്നേക്കാൻ നിവർത്തിയില്ല. Frightened by the sight, Pelayo ran to get Elisandra. He was really frightened. ഒന്ന് പേടിച്ചതിന്റെ കാരണം എന്താണ്? നോക്കൂ, a man with an old man with a pair of wings അല്ലെ. At first he was a bit frightened. ഒന്ന് പേടിച്ചു ചെറുതായിട്ട് അല്ലെ. And by the sight, Pelayo ran to Elisandra. എലിസൻഡയുടെ അടുത്തേക്കാണ്, എലിസൻഡയുടെ അടുത്തേക്ക് ഓടി. അയാളുടെ വൈഫാണ്. She was putting compresses. Compresses എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ്, ഒരു പീസ് ഓഫ് ക്ലോത്ത് ആണ്. Pressed down,
a person's body either to reduce pain or to stop bleeding. ഇപ്പോൾ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പെയിൻ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ശരീരത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്ന പ്രസ് ചെയ്ത് വയ്ക്കുന്ന ഒരു പീസ് ഓഫ് ക്ലോത്ത് ആണ്. ഇപ്പോൾ കുട്ടിക്ക് ശരീരവേദനയോ പനിയോ ഒക്കെ ഉണ്ട് അല്ലേ, അതുകൊണ്ട് ഈ കംപ്രസസ് ആ കുട്ടിയുടെ പുറത്ത് ഇങ്ങനെ വയ്ക്കുകയാണ്, അതിന് അമർത്തി വയ്ക്കുകയാണ് അയാളുടെ ഭാര്യ അല്ലേ. അപ്പോഴാണ് നോക്കൂ ഹി റാൻ ടു ഹെർ അല്ലേ, ടു ലെറ്റ് ഹെർ നോ ദിസ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് അല്ലേ, ഈ വാർത്ത അല്ലേ അയാൾ അറിയിക്കാനായിട്ട് ചെല്ലുന്നത്. നോക്കൂ, see, he took her to the rear of the courtyard, to the back of the courtyard. കോർട്ട്യാർഡിന്റെ ബാക്കിലേക്ക് കൊണ്ടുപോവാണ്, വീട്ടിന്റെ പിന്നിലാണല്ലോ ഇത്. They both looked at the fallen body. ആ fallen എന്ന് പറയുന്ന വാക്ക് തന്നെ നിങ്ങളൊരു പക്ഷേ അതൊന്നും അറിയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. fallen, ഇപ്പൊ രണ്ട് ചിറകുണ്ട്, ചിറക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഓർക്കുന്ന ഏഞ്ചലിനെയാണല്ലേ. പക്ഷേ ഇയാളൊരു വൃദ്ധനായ മനുഷ്യനാണ്, വളരെ വൃദ്ധനായ വെരി ഓൾഡ് മാൻ ആണ് അല്ലെ. ഒരു ഫാലൻ ഏഞ്ചലിന്റെ അല്ലെ ആ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഥാകാരൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഫാലൻ ഏഞ്ചൽ, ഇപ്പോ ദൈവത്തിന്റെ ആർച്ച് ഏഞ്ചലായിരുന്ന അല്ലെ, നമുക്ക് പിന്നീട് സൈറ്റാനായ ആളാണ്. നമുക്ക് ഭൂമിയിലേക്ക് അല്ലെ നരകത്തിലേക്ക് വീഴുന്ന ആ കാഴ്ച നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അല്ലെ. അപ്പോൾ വളരെ സെലസ്റ്റിയലായ ഒന്ന് മഡിൽ ഒന്ന് വീണ് കിടക്കുകയാണ്. അപ്പോൾ ആ സെലസ്റ്റിയലായ ഹെവൻലി ആയ അല്ലെ ഒന്ന് മഡിൽ വന്ന് മണ്ടീൻ എന്ന് പറയാം അല്ലെ, വേൾഡിലി ആയ നമുക്ക് ഈ മഡിൽ വന്ന് വീഴുന്ന ആ ഒരു ഓപ്പോസിറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദി ഫാലൻ ബോഡി അല്ലെ, ആ ഫാലൻ ബോഡിയെ നമുക്ക് നിന്നു. ഫാലൻ ബോഡി ഓൾഡ് മാൻ്റേതാണ് ഉറപ്പ്. ദി മാൻ വാസ് ജസ്റ്റ് ലൈക്ക് എ റാഗ് പിക്കർ. There were only a few faded hairs left on his bald skull and very few teeth in his mouth. His pitiful condition seemed that of a drenched great-grandfather. This took away any sense of grandeur he might have had. His huge buzzard wings, dirty and half-plucked, were entangled in the mud. No. The man was dressed like a rag picker, like one who collects and sells. Rag picker എന്ന് പറയുമ്പോൾ അറിയാം, one who collects and sells thrown away things. അല്ലെ, ഇപ്പോൾ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വീട്ടിൽ നിന്നൊക്കെ നമ്മൾ വലിച്ചെറിയുന്ന വസ്തുക്കളൊക്കെ പറക്കുന്ന ആളുകളെയാണ് റാഗ് പിക്കേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായി? റാഗ് എന്നുള്ള പറയുന്ന വാക്കിന് വളരെ പഴകിയ ക്ലോത്ത് എന്നും അർത്ഥമുണ്ട് നിങ്ങളും. അപ്പോൾ ഒരു റാഗ് പിക്കറുടെ ലുക്ക് ഉണ്ട്. ഹി ലുക്ക്ഡ് ലൈക്ക് എ റാഗ് പിക്കർ, ആകെപ്പാടെ കണ്ടാൽ അല്ലേ. നോക്കൂ, ദാറ്റ് മീൻസ് ഹി ഹാഡ് ദി അപ്പിയറൻസ് ഓഫ് എ റാഗ് പിക്കർ. ദെൻ അപ്പോൾ സെലസ്റ്റിയലായി ഒന്നിൽ നിന്ന് പെട്ടെന്ന് വളരെ താഴെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോവാം. ദെയർ വെയർ ഓൺലി എ ഫ്യൂ ഫെയ്ഡ് ഹെയർസ്. ഇനി തല നോക്കൂ, ഏഞ്ചലൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മുടെ മനസ്സിലെ ഭാവം അതാണ്. ഈ ഫ്യൂ ഹെയർസ്, അതും ഫെയ്ഡ് ഹെയർസ് ആണ്. ഫെയ്ഡ് ഹെയർസ് എന്ന് പറഞ്ഞാൽ ഡിസ്കളേർഡ് ആണ്, കളറൊക്കെ പോയി, മാത്രമല്ല വെരി വീക്ക് ഹെയർ ആണ്, അതിൻ്റെ ആ വിഗറൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലേ. അതുകൊണ്ടാണ് അത് ഫെയ്ഡ് ഹെയർ എന്ന് പറയുന്നത്. ലെഫ്റ്റ് ഓൺ ഹിസ് ബാൾഡ് ഹെഡ്. ബാൾഡ് ഹെയർ എന്ന് പറയുമ്പോൾ അറിയാലോ, അത് നമുക്ക് ഹെയർലെസ് ഹെഡാണ്, സ്കൾ മാത്രമേ ഉള്ളൂ. അവിടെ ഇവിടെ കുറച്ച് രോഗങ്ങൾ നിൽപ്പുണ്ട്. അതീ പറഞ്ഞതുപോലെ ഫെയ്ഡ് ആണ്. ഇനി വെരി ടീത്ത് ഇൻ ഹിസ് മൗത്ത് അല്ലെ, അയാളുടെ മൗത്തിൽ വളരെ കുറച്ച് ടീത്തേ അവശേഷിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ പൊഴിഞ്ഞു പോയിരിക്കുന്നു. നമുക്ക് ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. കണ്ടാൽ നമുക്ക് തോന്നുന്നത് എന്താണ്? എ ഡ്രെഞ്ച്ഡ് മീൻസ് thoroughly wet, പൂർണ്ണമായും നനഞ്ഞ അല്ലെ. പൊതുവേ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആളാണ്, വളരെ പ്രായമുള്ള ഒരാളാണ്. വെള്ളത്തിലും കൂടെ നനഞ്ഞാലോ thoroughly ഒന്ന് ഡ്രെഞ്ച്ഡായി ഒന്ന് അങ്ങനെ ഇരിക്കും അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രാൻഡർ, ഗ്രേറ്റ്നെസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ പോയിരിക്കുന്നു നനഞ്ഞപ്പോൾ അല്ലെ. അതാണ് അതിൻ്റെ അർത്ഥം. നോക്കൂ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ദിസ് ടുക്ക് ബി എനി സെൻസ് ഓഫ് ഗ്രാൻഡർ. ഗ്രാൻഡർ മീൻസ് ഗ്രേറ്റ്നെസ് അല്ലെ, ഒരു മഹത്വം, ഒരു ഗ്ലോറി അല്ലെ. അതെന്തെങ്കിലും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, മനസ്സിലായല്ലോ, അതും കൂടി മൈറ്റ് ഹാവ് ഹാഡ്, ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളതാണ്, ഉണ്ടെന്ന് പറയുന്നില്ല അല്ലെ. നോക്കൂ, ദിസ് ടുക്ക് അവേ, ദിസ് മീൻസ് ദിസ് സിറ്റുവേഷൻ, ദിസ് കണ്ടീഷൻ അല്ലെ. ഈ thoroughly wet കണ്ടീഷൻ, ഡ്രെഞ്ച്ഡ് കണ്ടീഷൻ അല്ലെ, ഹാഡ് ടേക്കൻ അവേ all his glory if he had any. മീനിങ് എന്താ? എന്തെങ്കിലും ഗ്ലോറി ഉണ്ടെങ്കിൽ ആ ഗ്ലോറിയെ കൂടി എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞ അർത്ഥം ഒരു ഗ്ലോറിയും നമുക്ക് കാണാനാവില്ല. ഹി ഈസ് ഇൻ എ വെരി വെരി പിറ്റിഫുൾ കണ്ടീഷൻ അല്ലെ, വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ്. മനസ്സിലായല്ലോ. നോക്കൂ, ഹിസ് ഹ്യൂജ് ബസഡ് വിങ്. ബസഡ് എന്ന് പറഞ്ഞാൽ വൾച്ചറാണ്, വൾച്ചർ വിങ്സ്. വൾച്ചറിന് അറിയാൻ നമുക്ക് കഴുകനാണ്, വലിയ വിങ്സ് ഉണ്ട്, വിശാലമായ വിങ്സ് ആണ്. ആ വൾച്ചർ വിങ്സ് ഡർട്ടി, നോക്കൂ, മഡ് പുരണ്ടിരിക്കുകയാണ് അല്ലെ, അതിലൊക്കെ ചെളി പുരണ്ടിരിക്കുന്നു. ആൻഡ് ഹാഫ് പ്ലഗ്ഡ് ആണ്. പ്ലഗ്ഡ് മീൻസ് പുൾഡ് ഔട്ട് എന്നാണ് അർത്ഥം, പ്ലഗ് ചെയ്യുക. ഇപ്പോൾ ശരീരത്തിലെ ഹെയർസ് ഒക്കെ പ്ലഗ് ചെയ്യുക, നമുക്ക് അറിയാവുന്ന വാക്കാണത്. ഇവിടെ ഹാഫ് പ്ലഗ്ഡ് എന്ന് പറയുമ്പോൾ ഒരു അൺടൈഡി ആയിട്ടുള്ള, അത് പ്ലഗ് ചെയ്ത് കളഞ്ഞു വന്നതിനേക്കാൾ നമുക്ക് വളരെ സൂക്ഷിച്ച പ്രായമുള്ള ഒരാളിൻ്റെ ചിറകല്ലേ അല്ലേ. അപ്പോൾ വളരെ സൂക്ഷിച്ച് അൺടൈഡി ആയിട്ടുള്ള ചെളിയൊക്കെ പുരണ്ട ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ
നോക്കൂ, അവിടെ ഉദ്ദേശിക്കുന്ന ഹാഫ് പ്ലക്ട് കൊണ്ട് അല്ലേ, നോക്കൂ, അയാൾക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്ന യാതനയൊക്കെ അതിൽ കാണുന്നുണ്ട്. വേറെ എൻടാങ്കിൾഡ് ഇൻ ദി മഡ്, എൻടാങ്കിൾഡ് നല്ല വാക്കാണ്. കോട്ട് ഇൻ ദി മഡ്, കോട്ട് ഇൻ സംതിങ് എന്ന് നമ്മൾ പറയാറില്ലേ, ഒന്നിൽ പെട്ടുപോവുക, അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വരിക, അതാണ് entangled or caught in something, CAUGHT, caught in something അല്ലേ. അപ്പോൾ he is caught in that mud, ആ മഡിൽ വീണു പോയിരിക്കുക അല്ലേ. ആൻഡ് he cannot get up, നോക്കൂ, എഴിക്കാൻ കഴിയുന്നില്ല. പ്രധാനപ്പെട്ട കാരണം എന്താണ്? പ്രധാനപ്പെട്ട തടസ്സം, മെയിൻ ഹിൻഡ്രൻസ് എന്ന് പറയുന്നത് എന്താ? ഹിസ് ഹ്യൂജ് വിങ്സ്, മനസ്സിലായല്ലോ, അത് പൂർണ്ണമായും മടിയാണ്. ഹിസ് വിങ്സ് ആർ മടി നൗ, സോ ഹി കനോട്ട് ഗെറ്റ് അപ്പ് ഫ്രം ദാറ്റ് ലൈയിങ് പൊസിഷൻ. ആ ലൈയിങ് പൊസിഷനിൽ നിന്ന് പുള്ളിക്ക് എഴുന്നേൽക്കാനേ പറ്റുന്നില്ല. ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നത്, നോക്കൂ, ഈ ഞാൻ എടുക്കുന്ന ഈ പാഠങ്ങളുടെ എല്ലാം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഈ അവസാന വീഡിയോയിൽ, തീർച്ചയായിട്ടും ഇനി വരാനിരിക്കുന്ന അവസാന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാണാതെ പഠിക്കേണ്ടി വരില്ല. ഇത് നല്ലവണ്ണം കേൾക്കുക, വായിക്കുക, വാക്കുകൾ നല്ലവണ്ണം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നോക്കൂ, ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം തോന്നുന്നുവെങ്കിൽ ഒരിക്കലും മറന്നു പോകരുത് ലൈക്ക് ചെയ്യാനും, അതുപോലെ കമൻസ് എഴുതാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ. സോ ഡോണ്ട് forget to like, comment, subscribe and share. Okay.